trail through the trees to a cliff where Carolina meets the sky. Oh, and there's a view I just can't describe. No, we're not there yet, just a few more steps, baby, wait. Okay, you can open your eyes. This is it, this is now, this is what I've been talking about. Looking out, can't you see forever? കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും തിരുനാമത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ എന്നേക്കും. കുടുംബത്തെയും കുടുംബജീവിതത്തെയും സ്ഥാപിച്ച് അനുഗ്രഹിച്ച ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇന്നേ ദിവസം വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിറങ്ങുന്ന ഞങ്ങളുടെ പ്രിയ മകനെ അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ കനികാമറിയത്തെയും മാർയോസേഫിനെയും പോലെ ദൈവസ്നേഹത്തിലും വിശ്വാസ ജീവിതത്തിലും സമാധാന ജീവിതം നയിക്കുവാൻ ഈ മകനെ അനുഗ്രഹിക്കണമേ. 2-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറി ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം ഇളവുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മുഖത്തെ വെളിപ്പെടുത്തുന്നതിനോട് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കപ്പർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. സമാപന പ്രാർത്ഥന. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ നന്മകളെ ഓർക്കുന്നു. കുടുംബത്തെ സ്ഥാപിച്ച് ദാമ്പത്യ ജീവിതത്തെ ആശീർവദിക്കുന്ന അങ്ങയുടെ സംരക്ഷണത്തിന്റെ കരം ഇന്ന് വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മകന്റെ മേൽ ഉയർത്തിപ്പിടിപ്പിക്കണമേ. അങ്ങയുടെ ഈ മകന്റെ പ്രസാദപര ജീവിതം വഴി സ്വർഗത്തിന്റെ കടാക്ഷവും കൃപയും സ്വീകരിക്കുവാൻ മകനിടയാവട്ടെ. ദൈവപിതാവിന്റെ അനുഗ്രഹവും പുത്രനായ യേശുവിന്റെ ആശീർവാദവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും ഈ മകന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ആമേൻ. When the trumpet of the Lord shall sound and time shall be no more, and the morning breaks eternal, bright and fair, when the saints of earth shall gather over on the other shore, and the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. When the roll is called up yonder, when the roll is called up yonder. അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എന്ന കൂദാശ വഴിയായി പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ ഈ ദേവാലയത്തിൽ നമ്മുടെ മുമ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ട നിതിനും ദിവ്യയും രണ്ടുപേരെയും ദൈവകരങ്ങളിൽ നാം ഒന്നുചേർന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏറെ അനുഗ്രഹദായകവും മംഗളകരവുമായ ഈ തിരുക്രമത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകമായിട്ട് ചെമ്പേരിയിൽ നിന്നും കടന്നു വന്ന ദിവ്യയുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും, ഒപ്പം തന്നെ നിതിൻ്റെ കുടുംബാംഗങ്ങളും ഇവിടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ബന്ധുമിത്രാദികള്, അയൽവക്കക്കാര്, സുഹൃത്തുക്കള് എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി മാങ്ങോട് ഇടവക കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. എന്റെ പുത്രേ, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ പടവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം പോലെ നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴുകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറെ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴിലുകളായ കന്യകമാർ അവളെ അനുഗമിക്കും.
അവർ ഉല്ലാസഭരിതനായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മന്ത്രിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുള്ളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഖ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവതല സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുടർന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗ്ഗദൈവമായിരിക്കട്ടെ. സ്തുതി ഞങ്ങൾ പാടുന്നു. സത്യവാനിയുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ തന്നെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനം സർവേശ, പരിപാലനം ബലവാനേ, പരിപാലനം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. സഹോദരനെ, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിലുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 7 വരെ വായിക്കാം. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവരോടുള്ള ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേന്നും
പാനീയവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടട്ടെ. ഹല്ലേലൂയ 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 പാടിയിടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. 3-ാം ദിവസം ഗലീലയായ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യൂ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. സ്നേഹമുള്ളവരെ, ഇന്ന് നിതിനും നിവിയും ജീവിതത്തിൽ വലിയ ഒരു തീരുമാനം എടുക്കുന്ന ദിവസമാണ്. ഈ തീരുമാനത്തിന്റെ ഇഫക്റ്റ് ജീവിതത്തിന്റെ അവസാനം വരെ നിലനിൽക്കും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മനോഹരമായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നമുക്കറിയാം, നിങ്ങൾ രണ്ടുപേരും, നിതിനും നിവിയും, 2 കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നവരാണ്. 10ാം ക്ലാസ് വരെ ഒരു പക്ഷേ നിങ്ങൾ സെയിം സബ്ജക്റ്റ് ആയിരിക്കും പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം +2 ആയി. പിന്നീട് പഠിച്ചത് നിങ്ങൾ ഏതൊരു ഫീൽഡ് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. ഒത്തിരി തിയറീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. തിയറീസ് എല്ലാം പഠിച്ച് നിങ്ങൾ വീണ്ടും ജോലിയുടെ മേഖലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ തിയറി പഠിച്ചതുപോലെയല്ല പ്രാക്ടീസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം പ്രാക്ടീസ് എപ്പോഴും വിഷമമേറിയതാണ്. അതിനുശേഷം ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും UK-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നും മറ്റൊരു കൾച്ചറിലോ നിങ്ങളെ പറിച്ചു നട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ത്യയിലോ കേരളത്തിലോ ജീവിക്കുന്നത് പോലെ അല്ല അവിടെ ജീവിക്കുക. അവരുടെ ഭാഷ പഠിക്കണം, അവർ കഴിക്കുന്ന ആഹാരം കഴിക്കാൻ പഠിക്കണം, അവരുടെ ജീവിത ശൈലി നമ്മുടെ സ്വന്തമാക്കണം. എങ്കിൽ മാത്രമേ അവരിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടുന്ന് പോയൊരു ഇന്ത്യനായിട്ട് ജീവിക്കാൻ കഴിയും. അവരിൽ ഒരാൾ ജീവിക്കാൻ കഴിയണമെങ്കിൽ ആ കൾച്ചറുമായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒത്തിരി കാര്യം നിങ്ങൾ UK-യെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ജീവിച്ച് പരിശീലിച്ച ഒരു രീതിയുണ്ട്. മറ്റൊരു സംസ്കാരം പഠിച്ചു കഴിഞ്ഞപ്പോൾ അതും അത്ര എളുപ്പമല്ലെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കി. അതുപോലെ തന്നെയാണ് കുടുംബജീവിതം. നിങ്ങൾ 2 കുടുംബത്തിൽ ജനിച്ചു വളർന്നു, 2 ജീവിത ശൈലി, 2 വിവിധ നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചു വന്ന രീതി എല്ലാം നിങ്ങൾ കണ്ടു പഠിച്ചിട്ടുണ്ട്. ഒത്തിരി കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ പുറകിൽ എപ്പോഴും അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. താങ്ങായി തണലായി എപ്പോഴും അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ പുതിയ തീരുമാനം എടുത്തു കഴിയുമ്പോൾ, പുതിയ തീരുമാനത്തിന് പ്രവേശിച്ചു നിങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇനി അപ്പനും അമ്മയും നിങ്ങളുടെ പുറകിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരുപക്ഷെ കണ്ടുവന്ന് വരികയില്ല.
നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനം നല്ലതാണ്. അതിനു വേണ്ടിയിട്ടാണ് സ്നേഹമുള്ളവരെ, ഈ തീരുമാനം നല്ല തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിതത്തിൽ ആധ്യാത്മികത കൊണ്ടുവരുന്നത്. ഒരു കുടുംബജീവിതം ധന്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കാഴ്ചപ്പാടിൽ 3 തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തത് ദൈവാനുഗ്രഹമാണ്. ഇപ്പോൾ നിങ്ങൾ വിവാഹിതരാകുന്നത് ഈ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സുവിശേഷത്തെ തൊട്ട് കർത്താവിനെ സാക്ഷിയാക്കി പറയും, ഞങ്ങൾ ജീവിതകാലം മുഴുവൻ സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും, ദാരിദ്ര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും, രോഗം വന്നാലും ഇല്ലെങ്കിലും, ഞാൻ എൻ്റെ ഭാര്യയെ എൻ്റെ ഭർത്താവിനെ ജീവിച്ചു കൊള്ളാമെന്ന് നിങ്ങൾ ദൈവത്തെ സാക്ഷി നിർത്തി ദൈവത്തിന് മുമ്പിൽ നിന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഈ സമൂഹത്തോടാണ് നിങ്ങൾ പ്രഖ്യാപിക്കുക. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ദൈവാനുഗ്രഹമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഈ പള്ളിയിൽ ഇരിക്കുന്നത് എല്ലാ വ്യക്തികൾക്കും, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് ആഗ്രഹം. എപ്പോഴും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും വ്യതിചലിക്കാതെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ചില വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും. ഭാര്യയും ഭർത്താവും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന നിമിഷങ്ങളുണ്ട്. എന്ത് സംഭവിച്ചാലും, ദുഃഖം വന്നാലും സന്തോഷം വന്നാലും, കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ലാതെ അവർ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും തരണം ചെയ്യുന്ന കുടുംബങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതവും ആയിത്തീരണമെന്നാണ് ആഗ്രഹിക്കുക. ആദ്യം വേണ്ടത് ദൈവാനുഗ്രഹമാണ്. നമുക്കറിയാം, സുവിശേഷത്തിൽ കാണാൻ സാധിക്കും, ജോസഫും മറിയവും അവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവരുടെ ജീവിതം അല്ലാത്ത ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അവരെല്ലാം തളർന്നു പോയിട്ടില്ല. കാരണം അവരെപ്പോഴും തീരുമാനങ്ങൾ എടുത്തിരുന്നത് ദൈവത്തിന് മുമ്പിൽ വരികയും പ്രാർത്ഥിച്ച് തീരുമാനം എടുത്ത വ്യക്തികളാണ് യോസഫും മറിയവും. ആയതിനാൽ ആദ്യം വേണ്ടത് ദൈവാനുഗ്രഹമാണ്. നമുക്കറിയാം, ഒരു ഫോറിൻ കൾച്ചറിൽ ജീവിക്കുമ്പോൾ, ഇവിടെ നിന്നും മറ്റൊരു കൾച്ചറോട് പാർശ്വം നട്ടു കഴിയുമ്പോൾ, ഞാൻ ജർമ്മനി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അവിടെ ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ കൾച്ചറോട് വന്നു കഴിയും പഴയതെല്ലാം നമ്മൾ മറക്കും. നമ്മൾ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പലരും ആ ഒരു മഹത്വം മറന്ന് ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസം വേണ്ട, പള്ളി വേണ്ട, അച്ഛന്മാര് വേണ്ട, ഒന്നും വേണ്ട, കാണുന്നതെല്ലാം കുറ്റമായിട്ടും കണ്ടിട്ടുണ്ട്. അങ്ങനെ ആവരുത്. നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാറ്റഗിസം അല്ലെങ്കിൽ വേദപാഠങ്ങൾ തൊട്ട് പഠിപ്പിച്ചു വന്നിട്ടുള്ള പല കാര്യങ്ങൾ ദൈവാനുഗ്രഹം നിറഞ്ഞതാവണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഏത് കൾച്ചറിൽ ചെന്നാലും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള കൃപ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വേണ്ടത് ദൈവാനുഗ്രഹമാണെന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകും. രണ്ടാമത്തെ അനുഗ്രഹമാണ് മാതാപിതാക്കളുടെ അനുഗ്രഹം. നിങ്ങൾക്കറിയാം, മാതാപിതാക്കൾ, നിങ്ങൾക്ക് 25-26 താഴെയോ വയസ്സുണ്ടാവും. ഇത്രയും കാലം നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങളെ സംരക്ഷിച്ചത്. നിങ്ങൾക്ക് വേണ്ട സാമ്പത്തികം, അതുപോലെ സ്കൂളിൽ പറഞ്ഞു വിടുന്നത് 1 മുതൽ ഇന്ന് വരെ തീർച്ചയായിട്ടും നിങ്ങളെ പഠിപ്പിച്ചതും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തതും മാതാപിതാക്കളാണ്. അപ്പോൾ മാതാപിതാക്കളുടെ ഈ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകണം. നമുക്കറിയാം, ഞാൻ എവിടെയോ വായിച്ചു കേട്ടു, ഇങ്ങനെയാണ്, മാതാപിതാക്കളുടെ കണ്ണുനീര് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വീഴാൻ പാടില്ല. കാരണം ഒരു തുള്ളി കണ്ണുനീരിൽ 99% ഇമോഷൻസ് ആണ് പറയുക, ബാക്കി 1% ജലമെന്നാണ് പറയുക. അപ്പോൾ ഇത്രയും വികാരങ്ങളുള്ള ആ കണ്ണുനീര് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വീഴാൻ പാടില്ല. അവരുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും, മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകണം. അത് വിട്ടിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മളൊക്കെ ചിന്തിക്കും പുറത്തു പോയി നമ്മൾ കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള കാഴ്ചപ്പാട് കോൺസെപ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അപ്പനും അമ്മയും ചെയ്തതൊക്കെ വളരെ മോശമാണ്, അതൊന്നും ഞങ്ങൾ സ്റ്റാൻഡേർഡിനൊപ്പം വളരുന്നില്ല എന്നുള്ള ചിന്ത ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ്. അതിന് പകരം അപ്പനും അമ്മയോ എന്തുമായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരുടെ സാമ്പത്തികമോ അറിവോ നിങ്ങളെക്കാലം വില കുറഞ്ഞതാവാമെങ്കിലും ഒരിക്കലും അവരുടെ അനുഗ്രഹം വേണ്ട എന്ന് വെച്ച് നിങ്ങൾ ജീവിക്കരുത്. അപ്പന്റെയും അമ്മയുടെയും അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാവണം. ബൈബിൾ പറയുന്നത് അപ്പന്റെയും അമ്മയും അനുഗ്രഹം ഉണ്ടായി നിങ്ങൾ ദീർഘായുസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അനുഗ്രഹത്വം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉണ്ടാകണം. അതിൽ ശ്രദ്ധിക്കണം എന്നാണ് രണ്ടാമത്തെ കാര്യം.
മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പരസ്പരം അനുഗ്രഹമായി തീരണം എന്നുള്ളതാണ്. കുടുംബജീവിതത്തിലുണ്ടെങ്കിൽ അനുഗ്രഹം, നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരണം. കുടുംബജീവിതം നിങ്ങൾ പരസ്പരം അനുഗ്രഹമായി തീരണം. അതായത് നിതിന്റെ കഴിവുകളെയെല്ലാം പൂർണ്ണമായും പുറത്തു കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ളത് നിവ്യയുടെ കഴിവനുസരിച്ചാണ്. അതായത് നിവ്യ പൂർണ്ണമായും എന്റെ ഭർത്താവ് നിതിനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ നിതിനിലുള്ള കഴിവുകളെ മുഴുവൻ ഉപയോഗിക്കാൻ പഠിക്കണം. ഒരു നല്ലൊരു ഭർത്താവാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഒരു പക്ഷേ തീർച്ചയായിട്ടും നിവ്യയുടെ ഡ്യൂട്ടി ആയിരിക്കും. അതുപോലെ തന്നെ നിവ്യക്കും ഒത്തിരിയധികം കഴിവുകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം പുറത്തു കൊണ്ടുവരാനും അത് ഉപയോഗിക്കേണ്ടതും നിതിന്റെ കടമയാണ്. അപ്പൊ പരസ്പരം പൂരകങ്ങളായിട്ട് ജീവിക്കണം, പരസ്പരം അനുഗ്രഹമായിട്ട് തീരണം. എങ്കിലാണ് കുടുംബജീവിതം ധന്യമായിട്ട് തീരുക. നിങ്ങൾക്കറിയാം, ഒരു പക്ഷേ ലോകത്തിനോട് നോക്കിയാൽ ഒത്തിരിയധികം കുടുംബ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നിന്നെല്ലാം പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യുക. ഇവരെങ്ങനെയാണ് ഇത്രമാത്രം ഐക്യത്തോടെ, വിധേയത്തോടെ, ബഹുമാനത്തോടെ, റെസ്പെക്റ്റോടെ ഇവരെങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതിനുള്ള ആ സ്ട്രാറ്റജീസ് എല്ലാം നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ പരസ്പരം സഹായിച്ചു, വിധേയത്വം കാണിച്ചു, റെസ്പെക്ട് ചെയ്യും നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധിക്കണം. സ്നേഹമുള്ളവരെ, ആയതിനാലാണ് നിങ്ങൾ ഇന്ന് ഇത്രയും പേരെ ഈ പള്ളിയിൽ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. കാരണം ഇവരുടെ എല്ലാം അനുഗ്രഹം ഉണ്ടാവാം. ഇവരെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടിയാണ് ഇത്രയും പേര് ഈ പള്ളിയിൽ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ, ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ, നിങ്ങളുടെ കുടുംബം ഒരു തിരുകുടുംബമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂതന്മാരെ സന്തോഷത്തോടും പ്രതീക്ഷയുടെ കൂടെ ആരംഭിക്കുന്ന കുടുംബ ജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പുരുഷന്റെ ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നിവ്യയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. നിവ്യ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നിതിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഇതിന് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണമായി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും
നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രമായിരിക്കുന്ന ഈ കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രക്കോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയെ, പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോട് ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായി തീരട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്തുതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവകാരുണ്യം. ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവസ്നേഹം. ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവകാരുണ്യം. ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവസ്നേഹം. ദൈവസ്നേഹം ദിവ്യകാരുണ്യമായി തിരുവോസ്തിയിൽ നിറയുമ്പോൾ ആരാധന ആരാധന
എന്റെ ദൈവം എനിക്കു വേണ്ടി മണ്ണിൽ ജാതനായി. എന്റെ ദൈവം എനിക്കു വേണ്ടി സ്വയം ചെറുതായി. എന്റെ ദൈവം എനിക്കു വേണ്ടി മണ്ണിൽ ജാതനായി. എന്റെ ദൈവം എനിക്കു വേണ്ടി സ്വയം ചെറുതായി. എന്റെ പൊന്നു സ്നേഹിതനായി കൂടെ നിൽക്കുമെന്നും. എന്റെ പൊന്നു സ്നേഹിതനായി കൂടെ നിൽക്കുമെന്നും. ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവകാരുണ്യം. ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവസ്നേഹം. ദൈവസ്നേഹം ദിവ്യകാരുണ്യമായി തിരുവോസ്തിയിൽ നിറയുമ്പോൾ ആരാധന ആരാധന. ദൈവസ്നേഹം ദിവ്യകാരുണ്യമായി തിരുവോസ്തിയിൽ നിറയുമ്പോൾ. എന്റെ ദൈവം എനിക്കു വേണ്ടി കാൽവരി കയറി. എന്റെ ദൈവം എനിക്കു വേണ്ടി ഓസ്തിയായി മാറി. എന്റെ ദൈവം എനിക്കു വേണ്ടി കാൽവരി കയറി. എന്റെ ദൈവം എനിക്കു വേണ്ടി ഓസ്തിയായി മാറി. എന്നിൽ ദിവ്യകാരുണ്യം ദൈവസ്നേഹം ചൊരിയുന്നു. എന്നിൽ ദിവ്യകാരുണ്യം ദൈവസ്നേഹം ചൊരിയുന്നു. ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവകാരുണ്യം. ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവസ്നേഹം. ദൈവസ്നേഹം ദിവ്യകാരുണ്യമായി തിരുവോസ്തിയിൽ നിറയുമ്പോൾ ആരാധന ആരാധന. ദൈവസ്നേഹം ദിവ്യകാരുണ്യമായി തിരുവോസ്തിയിൽ നിറയുമ്പോൾ. ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവകാരുണ്യം. ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവസ്നേഹം. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന ഉദാശിയ നിർമ്മലമായ സ്നേഹത്തിനും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിനും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായി സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മടവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും
കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുനിർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ താമരമേ സ്വസ്തി. ഞാൻ സ്വീകരിച്ചിരുവാനും കടങ്ങളുടെ പ്രതിയും പാപങ്ങളെ മോചിക്കാൻ കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ പകരം നൽകുക. Every part of my heart I'm giving out. Every song on my lips I'm singing out. Any fear in my soul I'm letting go. And anyone who asks I let him know. She's the one, I say it loud. She's the one, I say it proud. Ring a bell for the whole crowd. Ring a bell, I'm telling the world. ബാക്ക് സ്റ്റേജിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് അവരെ കൈകൊട്ടി മിസ്റ്റർ ആൻഡ് മിസസ് നിതിനെ സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
നിതിനും നിബിക്കും മധുരം വെക്കട്ടെ. We could run away together, baby, let's get away fast. We could run away forever, baby, let's never look back. Let's leave the world behind us, a place that can't be found. Go somewhere only we know, nothing can stop us now. Let's leave the world behind us, a place they'll never see. Go somewhere only we know, somewhere for you and me. Maybe somewhere in the desert, living in the valley, where all the stars come out. Or maybe somewhere in the country, in the middle of nowhere, with no one else around. We could run away together, baby, let's get away fast. We could run away forever, baby, let's never look back. Let's leave the world behind us, a place that can't be found. Go somewhere only we know, nothing can stop us now. Let's leave the world behind us, a place they'll never see. Go somewhere only we know, somewhere for you and me. For you and me.
வழித்துணையே வழித்துணையே நீயே. கண்டேன் கண்டேன் என்னுடையவளை, தந்தேன் தந்தேன் மிச்ச உயிரை. கண்டேன் கண்டேன் என்னுடையவனை, தந்தேன் தந்தேன் மிச்ச உயிரை. உற்று உன்னை பார்க்கையிலே தோற்று கிடைத்த தனிமையினை கற்று தந்த காதல் வழி விட்டு போனதே. ஊர் கூடும் நல்ல நல்ல தளங்கள் எல்லாம் உன்னை கூட்டிக் கொண்டு கை கோர்த்து கொண்டு இதை சேர்த்து வைக்க நல்ல இடங்களை நாம் தேடி தேடி போவோம். இதழ் சேர்ந்திருக்கும் அந்த நேரத்திலே விழிமூடி நீ இருக்கும் வேளையிலே வேண்டும் என்பதை நான் வேண்டி வேண்டி கேட்பேன். வானம் பார்த்து கிடந்தேனே, மழையாய் வந்து விழுந்தாயே, வழித்துணையே வழித்துணையே. வண்ணம் சூழ்ந்த இடமெல்லாம் பாபா ஓடி திரிவோம் வா, என் துணையே வழித்துணையே நீயே. கண்டேன் கண்டேன் என்னுடையவளை, தந்தேன் தந்தேன் மிச்ச உயிரை. இந்த நேரம் இனிப்பது போல எப்போதும் இருப்பாயா, உச்சபட்ச ஆசை கொண்டேனே உன்னிடத்தினிலே. வெப்பம் குளிர் எது வந்தாலும் மிதமாக இணைப்பாயா, திக்கு முக்கு ஆடி போகின்றே. நீர்வீழ்ச்சியின் நெற்றியின் மீது நிற்காமல் பொழிவது போல உன் முத்தம் கொட்டிட வேண்டும், உருவம் தொடங்கி நுனி பாதம் வரை. எங்கேயோ பிறந்த என் அன்பே, என்னை தேடி வந்ததே போதும், இனி வாழும் அத்தனை நாளும் மினுக்கும் மினும் மினுக்குமே. வானம் பார்த்து கிடந்தேனே, மழையாய் வந்து விழுந்தாயே, வழித்துணையே வழித்துணையே. வண்ணம் சூழ்ந்த இடமெல்லாம் பாபா ஓடி திரிவோம் வா, என் துணையே வழித்துணையே நீயே. நினிசாக நினிசாக கரிச ககமானி ரமப்பா மகரிச நினிசாக நினிசாக கரிச நிரமணி நிதா நிரமப மகரி நினிசாக கரிச ககமானி ரமப்பா மகரிச நினிசாக நினிசா மகரிச நிரமணி நிதா நிரமப மகரி. Another night, I can't sleep. Wishing I could skip to my dreams. 'Cause the same day stuck on repeat. I push away.